ഹലോ, വെൽക്കം ടു എ ചാനൽ. അപ്പോൾ നമുക്ക് നല്ല കട്ട തൈര് വെച്ചിട്ട് ഒരു അടിപൊളി ലസ്സി ഉണ്ടാക്കിയല്ലോ, ഹണി ലസ്സി. അപ്പോൾ ഇപ്പോൾ സമയം എന്തായെന്നറിയോ? രാത്രി 10 മണി. എൻ്റെ മിഡ് നൈറ്റ് ക്രേവിങ് ആട്ടത് സത്യം പറഞ്ഞാൽ. വിഷുവൊക്കെ ആയിട്ട് അതിൻ്റെ ക്ലീനിങ്ങിലൊക്കെ ആയിരുന്നു. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ക്രേവിങ് ലസ്സി ഉണ്ടാക്കിയല്ലോ ഒന്ന്. ഈ ക്രേവിങ് വരാനുള്ള എൻ്റെ മെയിൻ കാരണം എൻ്റെ ഈ കയ്യിലിരിക്കുന്ന കപ്പും ഞാൻ പുതിയതായിട്ട് മേടിച്ചത് മിൽക്ക് ഫ്രോത്തതാട്ടാ. ഞാൻ കാണിച്ചു തരാട്ടാ. അപ്പോൾ ആദ്യം ലസ്സി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡാട്ടോ ചേർക്കുന്നത്. കുറച്ച് ചേർക്കണല്ലോ, കുറച്ച് മിൽക്ക് മെയ്ഡ് ഈ കപ്പിലോട്ട് ചേർക്കാട്ടോ. ഇത് ഞാനേ ഇന്ന് റിലയൻസിൽ നിന്ന് പുതിയതായിട്ട് മേടിച്ചതാ. ഒരെണ്ണത്തിന് 19 രൂപ എന്ന് കണ്ടപ്പോൾ ചാടി വീണു മേടിച്ചു. ഞാൻ വിചാരിച്ചത് മണ്ണിൻ്റെയാന്ന്, പക്ഷെ ഇത് മണ്ണല്ലാട്ടാ, സെറാമിക് പോലെ എന്തോ മെറ്റീരിയലാ. അപ്പം ഇനി ഹണി ലസ്സി ആണല്ലോ, അപ്പോൾ ബാക്കി മധുരത്തിന് ആവശ്യമുള്ള ഹണിയും കൂടി ഇതിലോട്ട് ചേർക്കണം. ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ഈ തൈര് ചേർക്കാം. പിന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടിയും ചേർക്കാട്ടോ. പിന്നെ നമ്മുടെ ഫ്രോത്ത് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പണി കഴിഞ്ഞു, വളരെ സിമ്പിളാണ്. അപ്പോൾ എന്നെ പോലെ രാത്രി ഇതുപോലെ ആർക്കെങ്കിലും മിഡ് നൈറ്റ് ക്രേവിങ്സ് ഉണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് താഴെ പറഞ്ഞോളൂ കേട്ടോ. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ ക്രേവിംഗ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതാ ഈ മിൽക്ക് ഫ്രോത്ത് എടുത്തുട്ടാ. ഇതാണ് എനിക്ക് ലസ്സി ഉണ്ടാക്കാനായിട്ട് കിട്ടിയ പ്രേരണ. ഇന്ന് ഉച്ച തിരിഞ്ഞിട്ട് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടി പുതിയ പ്രൊഡക്റ്റ് ആട്ടോ. അപ്പോൾ പെട്ടിയൊക്കെ ഞാൻ പൊളിച്ചു. അൺബോക്സിങ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അപ്പം ഞാൻ അത് വെച്ചിട്ട് ലസ്സി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് നാളെ നേരം വിളിക്കണമെങ്കിൽ ക്ഷമ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ലസ്സി ഉണ്ടാക്കണം. അപ്പോൾ ഇതിന് 2-3 സ്പീഡൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ വിഷു ക്ലീനിങ് ആണെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ വിഷു ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എത്തി? എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒരുക്കങ്ങളൊക്കെ നടക്കണില്ലേ? അപ്പോൾ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയിന്നൊന്ന് പറയാം കേട്ടാ. സത്യത്തിൽ ഞാൻ ഈ പുറത്തത് മേടിച്ചത് കാപ്പി ഉണ്ടാക്കണം വെച്ചിട്ട്, ഈ കോൾഡ് കോഫിയും അതുപോലെ ഈ ഡാൽഗണോ അങ്ങനെ ഈ കോഫിയൊക്കെ പതപ്പിച്ചുണ്ടാക്കുന്ന സംഭവങ്ങളില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് ഞാൻ മേടിച്ചത്. അത് ചെയ്യണം. അപ്പം ഞാൻ എന്തായാലും ഇത് കുടിച്ച് നോക്കട്ടെ. സംഭവം എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, സൂപ്പറാട്ടാ. അപ്പോൾ പിന്നെ ഈ മിൽക്ക് ഫ്രോത്ത് വെച്ചിട്ട് നെക്സ്റ്റ് എന്തായിട്ട് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങളുടെ കമൻറ്റ് ഒന്ന് പറഞ്ഞോളൂ. നിങ്ങളുടെ ഐഡിയ എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ലസ്സി കിഡുമാണ്, നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാനത് കുടിച്ച് തീർക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ കമൻസൊക്കെ പറയട്ടോ. പിന്നെ എന്താ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി വിഷു ട്ടാ. ടാറ്റാ, ബൈ ബൈ.